ഹലോ എവ്രി വൺ. ഇനി വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രീന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷന്റെ ആറാമത്തെ പാർട്ടായിട്ടാണ്. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യു നോ ദാറ്റ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബിലോങ് ടു എസ് ബ്ലോക്ക്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് എസ് ബ്ലോക്ക് അല്ലെ, ഇവിടെ എസ് ബ്ലോക്ക് ആണുള്ളത്, ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ്, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ് അല്ലെ. ഈ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എസ് ബ്ലോക്ക് ആണല്ലോ, ഈ ഒന്നാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. എന്താണ്? ആൽക്കലി മെറ്റൽസ്. ഈ രണ്ടാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എസ് ബ്ലോക്കിലുള്ള ഒന്നാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസും രണ്ടാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റി? എസ് ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ ആരാണ്? മെറ്റൽസ് ആണ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ എന്താണ്? മെറ്റൽസുകളാണ് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ട്. ഇൻ ദീസ് എലമെന്റ്സ് ഇലക്ട്രോൺസ് ഓഫ് വിച്ച് സബ്ഷെൽ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് എലമെന്റിലുള്ള? എസ് ബ്ലോക്കിലുള്ള എലമെന്റുകളുടെ ഏത് സബ്ഷെല്ല്, വിച്ച് സബ്ഷെൽ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എസ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലേ ഇടുക, അന്നേരം പിന്നെ ഏത് സബ്ഷെല്ലാണ് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഏത് സബ്ഷെല്ലായിരിക്കും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? എസ് സബ്ഷെല്ല് തന്നെ ആയിരിക്കും അല്ലെ. ഏതൊരു എസ് ബ്ലോക്ക് എലമെന്റ് എടുത്ത് നോക്ക് നിങ്ങൾ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ സോഡിയത്തിന് എടുത്ത് നോക്കി. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാ? 1s2 2s2 2p6 3s1 അല്ലെ. 3s1 6ഉം 1ഉം 10. ഓക്കെ, 6 4 10. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്ക്, ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്ത് ഏത് ബ്ലോക്കിലാ? എസ് ബ്ലോക്കിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിയാക്ഷന് പങ്കെടുക്കുന്നത് ഏത് ഇലക്ട്രോണുകളായിരിക്കും? ഈ ഒരു എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണുകളായിരിക്കും ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. വെൻ എസ് ബ്ലോക്ക് എലമെന്റ്സ് take part in chemical reactions, the electrons of outermost s subshell are. അതായത് ഒരു എസ് ബ്ലോക്കിലെ എലമെന്റ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സോഡിയത്തിന്റെ കേസ് തന്നെ നോക്ക്. സോഡിയത്തിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റിൽ ഉള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഔട്ടർ മോസ്റ്റ് ഒരു ഇലക്ട്രോണിനെ എന്താ ഇവര് ചെയ്യുന്നുണ്ടാവുക? യെസ്, ഇവരെന്ത് ചെയ്യും? ഇവര് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. നമുക്കറിയാം എന്താ, സ്റ്റേബിൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒക്കെ അറിയാലോ അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ ഈ ഇലക്ട്രോൺ എന്താ ചെയ്തു കൊടുക്കുക? വിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. വിട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുക? ഡൊണേറ്റഡ്. അപ്പോ ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഇൻ ദി കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ. അപ്പൊ താഴെ NaCl MgO എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ എന്ത് കാണാനാ പറഞ്ഞത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായി ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നമുക്ക് നോക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ NaCl എക്സാമ്പിൾ അല്ലെ, എണ്ണയും സിയലും നിങ്ങൾ നോക്ക്. സോഡിയം എന്ന് പറയുന്നതും ക്ലോറിൻ എന്ന് പറയുന്നതും വേറെ വേറെ ആൾക്കാർ അല്ലെ. ഇവര് രണ്ടാളും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ആരെ കിട്ടിയിട്ടുള്ളത്? NaCl കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെ, ഒരു റിയാക്ഷനിൽ അല്ലെങ്കിൽ വേറൊരു ആറ്റത്തിന്റെ കൂടെ ബോണ്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ എന്താണ്? ഈ സോഡിയം ആയാലും ഇലക്ട്രോണിനെ ചിലപ്പം വിട്ടുകൊടുക്കണം, അല്ലെ ചിലപ്പം ആക്സെപ്റ്റ് ചെയ്യണം അല്ലെ, ഗെയിൻ ചെയ്യണം, അല്ലെ ചിലപ്പോൾ ഷെയർ ചെയ്യണം അല്ലെ. അതേപോലെ തന്നെ ക്ലോറിന് ചിലപ്പം വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഷെയർ ചെയ്യണം അല്ലെ. അതിനെയാണ് എത്ര ഇലക്ട്രോണുകളെയാണ് ലോസ്റ്റ് ചെയ്തത്, അല്ലെ ഗെയിൻ ചെയ്തത്, അല്ലെ ഷെയർഡ് ചെയ്തത്? എന്തിനു വേണ്ടിയിട്ട്? വേറൊരാളുമായിട്ട് അല്ലെ, വേറൊരു ആറ്റവുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ഇലക്ട്രോണിനാണ് വിട്ടുകൊടുത്തത്, ഗെയിൻ ചെയ്തത്, ഷെയർ ചെയ്തത്? അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ NaCl നമുക്ക് നോക്കാം. NaCl ആണ്. അതിൽ ആരെയാ നോക്കേണ്ടത്? എസ് ബ്ലോക്കിന്റെ നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ NaCl ആരാ? എസ് ആരാ?
എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവോ? ഒരു പീരിയോഡിക് ടേബിൾ ഒക്കെ നമ്മൾ തറോ ആയിട്ടുണ്ടെങ്കിൽ സോഡിയം എവിടെയാ വരുന്നത്, ക്ലോറിൻ എവിടെയാ വരുന്നത് എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അല്ലെ. അങ്ങനെ ധാരണ കിട്ടാത്തവർ എന്ത് ചെയ്തൊക്കെയാ മതി, അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയാൽ മതി അല്ലെ. സോഡിയത്തിന്റെ 11 അങ്ങനെയാണെങ്കിൽ 1s2 2s2 2p6 3s1 അല്ലെ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിട്ടുള്ളത് എസിലാണ്. അങ്ങനെയാണെങ്കിൽ സോഡിയം ഏത് ബ്ലോക്ക് എലമെന്റ്, എസ് ബ്ലോക്ക് എലമെന്റാ. ഇനി ക്ലോറിൻ ഏത് ബ്ലോക്കാ നോക്കാലോ. ക്ലോറിന് 17 അല്ലെ. അപ്പൊ അങ്ങനെ ഇതാ 1s2 2s2 2p6 3s2 3p എന്ത് വരണം, 3p5 വരണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ 5 എന്നുള്ള ഇലക്ട്രോൺ എവിടെയാ വന്നിട്ടുള്ളത്, പിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പി ബ്ലോക്ക് എലമെന്റ് ആണ്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ, ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എസ് ബ്ലോക്ക് എന്നാ പറഞ്ഞത്. എസ്സിലുള്ളയാ കാണേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ സോഡിയത്തിന്റെ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ ഇവിടെ എടുത്ത് എഴുതുന്നുണ്ട്. 1s2 2s2 2p6 3s1 അല്ലെ. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ സോഡിയം എന്ന് പറയുന്ന ആൾക്ക് നല്ല സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക അല്ലെ. സ്റ്റേബിൾ അല്ലെ, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 8 ഇലക്ട്രോൺ വേണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്ക്, ഇവിടെ കെ എന്നുള്ളതിന് മാക്സിമം താങ്ങാനാവുന്ന എത്രയാ, 2 ഇലക്ട്രോൺ. യെസ്, 2 ഇലക്ട്രോൺ വന്നിട്ടുണ്ട്. എൽ എന്ന് പറയുന്നതാണ് ഇത് അല്ലെ. എൽ എന്ന് പറയുന്നത് 2 + 6 എത്രയായി, 8 ഇലക്ട്രോൺ മാക്സിമം താങ്ങാനാവുന്നുണ്ട്. ഇനി ഇത് എൽ ആണ്, ഇത് കെ. ഇനി എം എന്ന് പറയുന്നതിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളൂ അല്ലെ. 1 ഇലക്ട്രോൺ ആണ് ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് സ്റ്റേബിൾ ആണോ, അല്ല. സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഇവരെന്താ ചെയ്യുക, ഈ ഇലക്ട്രോണിനെ അങ്ങ് കൊടുക്കും. ഈ ഇലക്ട്രോണിനെ അങ്ങ് കൊടുക്കും. ഓക്കെ, അങ്ങ് കൊടുക്കുക എന്ന് പറയുമ്പോ അത് പ്ലസ്സിലാണ് വരിക. എന്തിലാ വരിക, പ്ലസ്സിലാണ് വരിക. കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ആ. ഓക്കെ, അത് ആലോചിച്ച് വെക്കാം. അപ്പൊ ഈ 1 ഇലക്ട്രോൺ ഉള്ളതിനെ കൊടുക്കും അല്ലെ. 1 ഇലക്ട്രോൺ ആണല്ലോ, അതിനെ കൊടുത്തു. അതാണ് +1 എന്ന് വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സോഡിയം ക്ലോറൈഡിൽ Na ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, +1 ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഇപ്പോ NaCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലെ. NaCl എന്നുള്ള കോമ്പൗണ്ട് ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടില് ടോട്ടൽ ആയിട്ടുള്ള, അതായത് ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നമുക്ക്, 0 കിട്ടണം. അതായത് Na നമുക്ക് കൂട്ടിയിട്ട് +1 ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ Clന്റെ ഏകദേശം എത്രയായിരിക്കണം, യെസ് -1 ആയിരിക്കണം അല്ലെ. +1 -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ക്ലോറിന്റെ എത്ര കിട്ടണം, -1 കിട്ടണം. ആ -1 എങ്ങനെ കിട്ടുന്നത് നമുക്ക് ഒന്നും കൂടി നോക്കാം അല്ലെ. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നും കൂടി എഴുതാം. 1s2 2s2 2p6 3s2 3p5 അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഔട്ടർ മോസ്റ്റ് ഷെൽ ഇത് കെ അല്ലെ, ഇത് എൽ, ഇതേതാ എം അല്ലെ. ഇവിടെ നോക്ക് 2 ഉണ്ട് 5 ഉണ്ട്. 5 + 2 5 + 2 എത്ര, 7 അല്ലെ. അപ്പൊ ഇവിടെ 1 അല്ലെ, 1 ഇലക്ട്രോണിനും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാമായിരുന്നു അല്ലെ. 1 ഇലക്ട്രോണിനും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റേബിൾ ആവാമായിരുന്നു. അപ്പൊ 1 ഇലക്ട്രോണിനെ ആരുടെ അടുത്തുനിന്നെങ്കിലും വാങ്ങും, അതായത് സോഡിയത്തിന്റെ അടുത്തുനിന്ന് വാങ്ങും. സോഡിയത്തിന്റെ അടുത്തുനിന്ന് 1 ഇലക്ട്രോണിനെ വാങ്ങും. അന്നേരം ഈ ക്ലോറിന്റെ അന്നേരം ഈ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും, 1 ഇലക്ട്രോണിനെ വാങ്ങുകയാണ് ചെയ്യുക അല്ലെ. ഇലക്ട്രോണിനെ കൊടുക്കുന്നാണെങ്കിൽ പ്ലസ് ആയിരിക്കും. ഇലക്ട്രോണിനെ വാങ്ങുന്നാണെങ്കിൽ അതെന്തായിരിക്കും, മൈനസ് ആയിരിക്കും. എത്ര ഇലക്ട്രോണിനെ വാങ്ങുന്നത്, ഇവിടെ ഓൾറെഡി 7 ഉണ്ട് അല്ലെ. അപ്പൊ ഒരാളെയും കൂടി വാങ്ങണം. അപ്പൊ എന്ത് വരും, -1 വരും. ക്ലിയർ ആണല്ലോ. ഇതെല്ലാം നിങ്ങൾ 9th പഠിച്ചതാണ് അല്ലെ. NaCl അല്ലെ. സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ആണ്, ക്ലോറിന്റെ മൈനസ് ആണ് അല്ലെ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ Na+Cl- വെറും പ്ലസ് എന്നിട്ട് എന്താണ്, ഇവിടെ 1 ഉണ്ട് എന്നർത്ഥം. -1ഉം Na+ഉം. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ ഇത് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ Naന്റെയും Clന്റെയും ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടണം, 0 കിട്ടണം അല്ലെ. Naന്റെ +1, ക്ലോറിന്റെ -1, പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, കുറക്കുകയാണ് ചെയ്യുക അല്ലെ. 1 - 1 0 കിട്ടും. ക്ലിയർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം, MgO അല്ലെ. MgOയിൽ ഇതിൽ ആരാണ് എസ് ബ്ലോക്ക് എലമെന്റ് നിങ്ങൾക്ക് അറിയാവോ? അറിഞ്ഞൂടെങ്കിൽ എന്ത് ചെയ്താൽ മതി, Mgന്റെയും Oന്റെയും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയാൽ മതി അല്ലെ. Mg
മാറിപ്പോന്നടാ ഓക്സിഡേഷൻ നമ്പറോ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ. ഓക്കെ, അറ്റോമിക് നമ്പർ 12. അപ്പൊ എഴുതിക്കോ 1s2 2s2 2p6 3s2 വരും അല്ലെ. 3s2 വന്ന്. ഓക്കെ, യെസ്. ഇനി അടുത്തതാരാ? നമ്മളുടെ ഓക്സിജൻ ഉണ്ട് അല്ലെ, ഓക്സിജൻ 8 അല്ലെ. ഓക്സിജൻ 8 എങ്ങനെ എഴുതാം? 1s2 2s2 2p4. അങ്ങനെയാണെങ്കിൽ മെഗ്നീഷ്യത്തിലെ ലാസ്റ്റ് ഇലക്ട്രോൺ ആയിട്ടുള്ള ഈ 2 ഏത് ബ്ലോക്കിലാണ് ഉള്ളത്? എസ് ആണ്. അങ്ങനെയാണെങ്കിൽ മെഗ്നീഷ്യം എസ് ബ്ലോക്ക് ആണ്. ഓക്സിജനോ ഈ ലാസ്റ്റ് ഇലക്ട്രോൺ ഉള്ളത് പിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ പി ബ്ലോക്ക് ആണ്. അപ്പൊ നമുക്കിവിടെ ആരാ ഓക്സിഡേഷൻ നമ്പറാ കണ്ടത്? മെഗ്നീഷ്യത്തിന്റെ ആണ് കണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കേ, ഇത് കെ. ഓക്കെ, കെയിൽ 2 ഉണ്ട്. ഇത് എല്ലിൽ എത്രയുണ്ട്? 6ഉം 2ഉം 8 ഉണ്ട്. ഓക്കെ, ഇനി നോക്ക്, എസ്സിൽ ഇവിടെ 2 ഉണ്ട് അല്ലെ. എസ്സിൽ ഇവിടെ 2 ആണ് ഉള്ളത്. അപ്പൊ ഈ എസ്സിലുള്ള ഈ 2ന് എന്ത് ചെയ്താൽ മതി? നമ്മള് അങ്ങോട്ടേക്ക് കൊടുത്താൽ മതി അല്ലെ. കെയില് ഫില്ലായി, എല്ലില് ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. എം എന്ന് പറയുന്നതിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ? അല്ല. ഇവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്താ? ഒരു 6 ഇലക്ട്രോണിയും കൂടി കിട്ടണം അല്ലെ. കാരണം 8 വേണം അല്ലെ. 2 + 6 8 ആവണം അല്ലെ. 6 എണ്ണത്തിനും കൂടി ആരെടുത്ത് നിങ്ങൾക്ക് വാങ്ങുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല. അപ്പൊ വാങ്ങാനാവാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യും? 2 അല്ലെ, ഈ 2 എണ്ണത്തിന് അങ്ങ് കൊടുക്കും അല്ലെ. 2 എണ്ണത്തിന് അങ്ങ് കൊടുക്കും. അങ്ങനെ 2 എണ്ണത്തിന് അങ്ങ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്ലസ് അല്ലെ. എത്ര എണ്ണത്തിന് കൊടുക്കുന്നുണ്ട്? 2 എണ്ണത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് വരും? +2 വരും. ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഓക്സിജന്റെയും കൂടി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം അല്ലെ. ഇത് കെയിൽ 2 ഉണ്ട്. ഓക്കെ, ഇതാരാണ്? എല്ലിൽ എത്രയുണ്ട്? 2ഉം 4ഉം. 2ഉം 4ഉം എത്രയാ? 6 അല്ലെ. അപ്പൊ 6 എണ്ണത്തിന് അങ്ങ് കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? 6 എണ്ണത്തിന് കൊടുക്കുന്നതിനേക്കാൾ എളുപ്പമല്ലേടോ ഒരു 2 എണ്ണത്തിന് വാങ്ങുന്നേ അല്ലെ. 6 എണ്ണത്തിന് കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു 2 എണ്ണത്തിന് വാങ്ങുന്നേ അല്ലെ. അതേപോലെ നിങ്ങൾ ഈ മെഗ്നീഷ്യത്തിന്റെ നോക്ക്, 6 എണ്ണത്തിന് വാങ്ങുന്നതിനേക്കാളും നല്ല 2 എണ്ണത്തിന് അങ്ങ് കൊടുക്കുന്നേ അല്ലെ. നേരെ ഓപ്പോസിറ്റ് കേസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ 6 എണ്ണത്തിന് വാങ്ങാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യും? 2 എണ്ണത്തിന് എന്താ പറഞ്ഞേ? 6 എണ്ണത്തിന് കൊടുക്കുക അല്ലെ. ഈ 2ഉം ഈ 4ഉം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അല്ലെ. 6 എണ്ണത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യും? 2 എണ്ണത്തിന് വാങ്ങും. വാങ്ങിക്കുമ്പോ എന്താവും? വാങ്ങിക്കുക മൈനസ് ആണ്. എത്ര ആൾക്കാരെ വാങ്ങണം? 2 ആൾക്കാരെ വാങ്ങണം അല്ലെ. എന്നാലാണ് 6 + 2 8 ആവുള്ളൂ അല്ലെ. അപ്പൊ 2 എണ്ണത്തിന് വാങ്ങിക്കണമെങ്കിൽ -2 വരും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഒട്ടുമിക്കതിലും എന്ത് പഠിച്ചു വെക്കാം? ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ പഠിച്ചു വെക്കുക. എത്രയാണ്? -2 എന്നുള്ളത് നിങ്ങൾ പഠിച്ച് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്ലസ് ഇത് രണ്ടും കൂട്ടിയിട്ട്, അതായത് MgO അതിന്റെ 2ന്റെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയിട്ട് 0 കിട്ടുന്നുണ്ടോ നോക്കാം അല്ലെ. എത്ര mg ഉണ്ട്? 1 mg അല്ലെ. അതിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ് അല്ലെ. അപ്പൊ +2. ഓക്സിജന്റെയോ -2 ആണ്. അപ്പൊ +2 - 2 എന്താണ്? 0 ആണ്. അപ്പൊ അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയല്ലോ അല്ലെ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത നിങ്ങൾ നോക്ക്, ഡിറ്റർമൈൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മോർ എസ് ബ്ലോക്ക് എലമെന്റ്സ് ഫ്രം ദ കോമ്പൗണ്ട്സ് ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങള് എസ് ബ്ലോക്ക് എലമെന്റ് പല കോമ്പൗണ്ട്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ കോമ്പൗണ്ട്സിന്റെ ഒക്കെ എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതാം. അപ്പൊ ഇവിടെ ഒരു പിങ്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. നോക്ക്, ദി എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 എക്സിബിറ്റ് +1 ആൻഡ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ നോക്കിക്കോളെ, എസ് ബ്ലോക്ക് അല്ലെ. എസ് ബ്ലോക്കിന് ഇത് ഗ്രൂപ്പ് 1, ഇത് ഗ്രൂപ്പ് 2 അല്ലെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാനായിട്ട് പറ്റും? എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ ഗ്രൂപ്പ് 1 ആണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ +1ഉം, ഗ്രൂപ്പ് 2 ആണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ +2ഉം ആയിരിക്കും. അതായത് പ്ലസ് തന്നെയാണ്. പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയാം ഡൊണേറ്റ് അല്ലെ. ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ആണ് ആര് ചെയ്യുന്നത്? നമ്മളുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പ് 1 ആണെങ്കിൽ +1ഉം, ഗ്രൂപ്പ് 2 ആണെങ്കിൽ +2ഉമാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റേഡിയത്തിനെ കുറിച്ച് കുറച്ചൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. റേഡിയം ഈസ് ദ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഹാവിംഗ് ദ ഹയസ്റ്റ് അറ്റോമിക് മാസ്. റേഡിയം ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഏത് ഗ്രൂപ്പിലാ? 2ാമത്തെ ഗ്രൂപ്പിലാണ് അല്ലെ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് നോക്കാം? പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കാം.
ഇനി അടുത്തത്, ദിസ് റേഡിയോ ആക്റ്റീവ് എലമെന്റ് വാസ് ഡിസ്കവേർഡ് ബൈ മേരി ക്യൂരി ആൻഡ് ഹർ ഹസ്ബൻഡ് പിയറി ക്യൂറി ഇൻ 1898. മേരി ക്യൂരിയും പിയറി ക്യൂരിയാണ് ഈ റേഡിയം എന്ന് പറയുന്ന ആ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പൊ റേഡിയം ഡസ് നോട്ട് എക്സിസ്റ്റ് ഫ്രീ ഇൻ നേച്ചർ. ദിസ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ദ മിനറൽസ് ഓഫ് യുറാനിയം. റേഡിയം ആയിട്ട് തന്നെയല്ല നിൽക്കുക, എന്താണ്, യുറാനിയത്തിന്റെ മിനറൽസ് ആയിട്ടുള്ള ഇതിലാണ് റേഡിയത്തിന് കൂടുതലും കാണാം. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദ മോസ്റ്റ് സ്റ്റേബിൾ ഐസോട്ടോപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് നമുക്ക് കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണിത്. പിന്നെ പണ്ട് കാലത്ത് എന്താണ്, റേഡിയത്തിന്റെ ഒരു ഐസോട്ടോപ്പ് ക്യാൻസറിന് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്താണ്, റേഡിയത്തിന് ക്യാൻസർ കോസ് ചെയ്യും, അതായത് ജനറ്റിക് ചേഞ്ചസും നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കൂന്ന് കണ്ടുപിടിച്ച്. അങ്ങനെ അത് പിന്നെ എന്താ റെസ്ട്രിക്റ്റ് ആയി പോയി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സ് ജനറലി എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, ബട്ട് cesium is a metal having very low melting point. Hence, it exists in liquid state on warm days. The elements francium and radium are radioactive in nature. അടുത്ത നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു വൺ വേർഡ് ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എസ് ബ്ലോക്ക് എലമെന്റ് ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടാന്നാണ് ചോദിക്കുക. അപ്പൊ എന്ത് പറയാ, ജനറലി സോളിഡ് സ്റ്റേറ്റിലാണ് ആരുണ്ടാവുക, എസ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടാവുക. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് സീഷ്യം. സീഷ്യത്തിന് മെൽറ്റിംഗ് പോയിന്റ് പെട്ടെന്ന് ഉരുകുന്നത് കൊണ്ട് തന്നെ അതിന് ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുക, ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുക. അതിൽ തന്നെ ഫ്രാൻഷ്യം, റേഡിയം എന്ന് പറയുന്നത് എന്താണ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നേച്ചർ കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒന്നും കൂടി പറയാം, എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലുകളാണ്. മെറ്റലുകളിൽ തന്നെ ആൽക്കലി മെറ്റൽ ഗ്രൂപ്പ് 1ഉം ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഗ്രൂപ്പ് 2ഉം ഉണ്ട്. പിന്നെ അടുത്തത്, എസ് ബ്ലോക്ക് സോളിഡ് ആയിട്ടാണോ ലിക്വിഡ് ആയിട്ടാണോ ഗ്യാസ് ആയിട്ടാണോ എക്സിസ്റ്റ് ചെയ്യാന്നാണ്. മോസ്റ്റ് ഓഫ് ദ കേസസ് അല്ലെങ്കിൽ ജനറലി എന്താണ്, സോളിഡ് സ്റ്റേറ്റിലാണ്. അതിലുള്ള ഒരു എക്സെപ്ഷണൽ കേസ് ആണ് സീഷ്യം. സീഷ്യം എങ്ങനെയാ ഉണ്ടാവുക, മെൽറ്റിംഗ് പോയിന്റ് കുറവായത് കൊണ്ട് തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുക. പിന്നെ എസ് ബ്ലോക്ക് എലമെന്റിലുള്ള 2 റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്, അതാണ് ഫ്രാൻസിയവും റേഡിയവും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അപ്പൊ എസ് ബ്ലോക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് പി ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. നോട്ടീസ് ദ ഗിവൺ പോർഷൻ ഓഫ് ദ പീരിയോഡിക് ടേബിൾ. ഇപ്പൊ ഇവിടെ നമുക്ക് പി ബ്ലോക്കിന്റെ ഒരു പോർഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീന്, പിന്നെ എന്താ ഒരു പിങ്ക് പോലത്തെ, ഒരു ഓറഞ്ച് പോലത്തെ, ഒരു ബ്ലൂ പോലത്തെ ഒക്കെ കുറച്ച് കളർ അടിച്ചു വെക്കുന്നത് കാണാം അല്ലെ. അപ്പൊ ഇതെന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബ്ലൂ കാണുന്നതുണ്ടല്ലോ അതെല്ലാം എന്താണ്, മെറ്റലുകളാണ്. എന്താണ്, മെറ്റലുകളാണ്. പിന്നെ ഈ ലൈറ്റ് ഗ്രീന് പോലത്തത് നോൺ മെറ്റൽസ് ആണ്. പിന്നെ ഈ ഓറഞ്ച് ആണെങ്കിലോ മെറ്റലോയിഡ്സ് ആണ്. ഈ പിങ്ക് ഉള്ളത് നോബിൾ ഗ്യാസസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എസ് ബ്ലോക്ക് എലമെന്റ് എല്ലാം മെറ്റലുകളായിരുന്നു, പക്ഷെങ്കിൽ പി ബ്ലോക്ക് എലമെന്റ് എല്ലാം മെറ്റലാണ് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. പി ബ്ലോക്ക് എലമെന്റിൽ ആരൊക്കെ ഉണ്ട്, മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽ ഉണ്ട്, മെറ്റലോയിഡുകൾ ഉണ്ട്, നോബിൾ ഗ്യാസസ് ഉണ്ട്. ഓർത്ത് വെച്ചോളെ, മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽ ഉണ്ട്, മെറ്റലോയിഡുകൾ ഉണ്ട്, പിന്നെ ആരുണ്ട്, നോബിൾ ഗ്യാസസ് ഉണ്ട്. ഓക്കെ, സോ which are the groups that include p block element? അപ്പൊ p block elementൽ ആരൊക്കെയാ നമ്മൾ കണ്ടിട്ടുള്ളത്? യെസ്, include മെറ്റൽ ഉണ്ട്, പിന്നെ ആരാണ്, നോൺ മെറ്റൽ ഉണ്ട്, പിന്നെ ആരുണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ നോബിൾ ഗ്യാസസും ഉണ്ട്. These elements exist in solid, liquid and gaseous state. എന്താണ്, സോളിഡിലും ലിക്വിഡിലും ഗാഷ്യസ് സ്റ്റേറ്റിലും കാണപ്പെടും. അപ്പൊ എസ് ബ്ലോക്കിൽ എന്തേലും നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഓൾമോസ്റ്റ് ജനറലി നമ്മൾ സോളിഡിലാണ് കാണുക, അതിൽ സീഷ്യം മാത്രമാണ് ലിക്വിഡിൽ കാണുക. പക്ഷെ പി ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ സോളിഡിലും കാണപ്പെടുന്നുണ്ട്, ലിക്വിഡിലും കാണപ്പെടുന്നുണ്ട്, ഗാഷ്യസ് സ്റ്റേറ്റിലും കാണപ്പെടുന്നുണ്ട്. ഫൈൻഡ് എക്സാമ്പിൾസ് ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. അതില് സോളിഡിൽ വരുന്നത്, പി ബ്ലോക്ക് എലമെന്റിൽ സോളിഡിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. കാർബൺ വരുന്നുണ്ട്, ഫോസ്ഫറസ് വരുന്നുണ്ട്, പിന്നെ അലൂമിനിയം വരുന്നുണ്ട്. ഇവര് മൂന്നാളല്ല, ജസ്റ്റ് ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം. അഥവാ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, സോളിഡിൽ കാർബൺ, ഫോസ്ഫറസ്, അലൂമിനിയം ആണ് സോളിഡിൽ വരുന്നത്. ലിക്വിഡിലാണെങ്കിൽ നമ്മളുടെ ബ്രോമിന് വരുന്നുണ്ട്.
ലിക്വിഡിലാണെങ്കിൽ ബ്രോമിന് വരുന്നുണ്ട്. ഇനി ഗ്യാഷ്യസ് അല്ലെങ്കിൽ ഗ്യാസസിൽ വരികയാണെങ്കിൽ ആരൊക്കെ വരുന്നുണ്ട്? നമ്മളുടെ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ലെറ്റ് us see what is the peculiarity in the oxidation state of p block elements as compared to s block element. s ബ്ലോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ p block elementന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്താണ് പെക്യുലാരിറ്റി നോക്കാം. എസ് ബ്ലോക്കിന്റെ മറന്നു പോവല്ലേ, എസ് ബ്ലോക്ക് എന്താ പ്ലസ് ആയിട്ടാണുള്ളത്, ഡൊണേറ്റ് ആണ് ചെയ്യുന്നത്. ഡൊണേറ്റ് ചെയ്യുക, ഗ്രൂപ്പ് 1 ആണെങ്കിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും ഗ്രൂപ്പ് 2 ആണെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ് എസ് ബ്ലോക്ക്. ഇനി പി ബ്ലോക്കിനെ നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലെ. യെസ്, ഫൈൻഡ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ് ഇൻ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ 3 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഈ 3ലും പി ബ്ലോക്ക് എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതൊന്ന് ചെറുതാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ HFന്റെ തന്നെ നമുക്ക് കാണാം അല്ലെ. അപ്പൊ എന്താണ് HF? ഓക്കെ, ഇതിൽ ഹൈഡ്രജൻ ആണോ അല്ലെങ്കിൽ എഫ് ആണോ ഫ്ലൂറിൻ ആണോ പി ബ്ലോക്ക് എലമെന്റ് നിങ്ങൾക്ക് അറിയാവോ? അറിഞ്ഞൂടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മളുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. ഹൈഡ്രജൻ ഒന്നാമത്തെ ആളാണ്, അപ്പൊ 1s1 വരും. ഇനി ഫ്ലൂറിൻ എത്രാമത്തെ ആളാ? 9ാമത്തെ ആളാണ്, അപ്പൊ എന്ത് വരും? 1s2 2s2 2p എന്ത് വന്ന് ഇവിടം വരെ 4ആയി. ഇനി ഇവിടെ ഒരു 5ഉം കൂടി വരണം അല്ലെ. അപ്പൊ 2p5 ആയി. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കോളെ, ഇവിടെ 2p5 ആയി. അങ്ങനെയെങ്കിൽ ഇവിടെ പി ബ്ലോക്കിൽ വന്നിട്ടുള്ളത് ആരാ? ഹൈഡ്രജൻ ഒബ്വിയസ്ലി എസ് ബ്ലോക്ക് ആണ്, കാരണം ലാസ്റ്റ് ഇലക്ട്രോൺ എസിലായതുകൊണ്ട് ഇത് എസിലാണ്. ഇനി ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ പിയിലായതുകൊണ്ട് ഫ്ലൂറിൻ ഏത് ബ്ലോക്ക് ആയിരിക്കും? പി ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമുക്ക് ഇവിടെ അറിയേണ്ടത്. അപ്പൊ ഇവിടെ നോക്ക്, യെസ്, എങ്ങനെയാലും ഇത് കെ ആണ്, ഇതാരാണ്? എൽ ആണ് അല്ലെ. കെയിൽ 2 ഇലക്ട്രോൺ. ഓക്കെ, ഇനി എല്ലിൽ എത്ര ആള് വേണം? 8 ആള് വേണം അല്ലെ. 8 ഉണ്ടെങ്കിലാണ് ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പൊ 2 + 5 എത്രയാ? 7 ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 7 ഇലക്ട്രോണിനെ കൊടുക്കുക എന്ന് പറയുന്നത് ആണോ എളുപ്പം, അല്ലെ ഒരു ഇലക്ട്രോണിനെ വാങ്ങുക എന്ന് പറയുന്നതാണോ എളുപ്പം? യെസ്, 7 ഇലക്ട്രോണിനെ കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അല്ലെ. കൊടുക്കുകയാണെങ്കിൽ പ്ലസ് ആണ്, വാങ്ങുകയാണെങ്കിൽ എന്താ? വാങ്ങുകയാണെങ്കിൽ മൈനസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 എന്നുള്ളത് 8 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ മതി. ഇലക്ട്രോണിനെ വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആണ് അല്ലെ. വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിൻ ആണ്. മറ്റേതാണെങ്കിൽ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണേറ്റ്, വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിൻ അല്ലെ. അപ്പൊ ഗെയിനിങ് ആയതുകൊണ്ട് മൈനസ് വന്നു അല്ലെ. എത്ര ഇലക്ട്രോണിനെയാണ് വേണ്ടത്? ഇവിടെ ഓൾറെഡി 7 ഉണ്ട് അല്ലെ. ഒരാളെയോ കൂടി കിട്ടിയിട്ടുണ്ട് 8 ആവും അല്ലെ. അപ്പൊ 1നെയാണ് വേണ്ടത്. അപ്പൊ എന്ത് വരും? -1. അപ്പൊ ഇവിടുത്തെ ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1 ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് എന്ത് ചെയ്ത് നോക്കാം? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ HFന്റെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കാം, Hന്റെ എത്രയായിരിക്കും? +1 അല്ലെ. Fന്റെയോ -1. അപ്പൊ +1 -1 എത്ര? 0. യെസ്, അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഏതാണ്? Al2O3 ആണ്. ആരാണ്? Al2O3. നമുക്ക് നോക്കാം, അലൂമിനിയം ആണോ അല്ലെ ഓക്സിജൻ ആണോ പി ബ്ലോക്ക് നമുക്ക് അറിയില്ല അല്ലെ. നമുക്ക് നോക്കാം. അപ്പൊ അലൂമിനിയം എത്രാമത്തെ ആളായിരുന്നു? അലൂമിനിയം 13ാമത്തെ ആളാണ്. അപ്പൊ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 ഇനി എന്താ? 3p1. ഓക്കെ, ഇനി ഓക്സിജന്റെയും കൂടി എഴുതാ. ഓക്സിജൻ എത്രയാണ്? 1s2 2s2 2p4 അല്ലെ. 4 4 8. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ രണ്ടിടത്തിൽ നിങ്ങൾ നോക്ക്, ഇവിടുത്തെ ലാസ്റ്റ് ഇലക്ട്രോൺ ഉള്ളത് പിയില്, ഇവിടുത്തെ ലാസ്റ്റ് ഇലക്ട്രോൺ ഉള്ളത് പിയില്. അങ്ങനെയാണെങ്കിൽ അലൂമിനിയവും ഓക്സിജനും ഏത് ബ്ലോക്കാ? പി ബ്ലോക്ക് ആണ്. അങ്ങനെയെങ്കിൽ അലൂമിനിയത്തിന്റെയും ഓക്സിജന്റെയും എന്ത് നമ്മൾ ഇവിടെ കാണണം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ഇവിടെ കാണണം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കേ, നമുക്ക് ആദ്യം അലൂമിനിയത്തിന്റെ നോക്കാം അല്ലെ. അലൂമിനിയത്തിന്റെ നോക്കാം. ഇവിടെ കെ അല്ലെ, ഇത് എൽ, ഇത് എം. എമ്മിൽ എത്രയാളെ? 2ഉം 1ഉം 3 അല്ലെ. 3. അപ്പൊ നിങ്ങൾ നോക്ക്, 3 അല്ല വേണ്ടേ, എത്രയാ വേണ്ടത്? 8 ആണ് വേണ്ടത്. 8 വേണമെങ്കിൽ 5ഉം കൂടി ഉണ്ടെങ്കിലാണ് 8 ആവും അല്ലെ. അപ്പൊ 5 ഇലക്ട്രോണിനെ വാങ്ങുന്നതാണോ എളുപ്പം, അല്ലെങ്കിൽ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണോ എളുപ്പം?
5 ഇലക്ട്രോണിനെ വാങ്ങുന്നതാണോ എളുപ്പം അല്ലെങ്കിൽ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക അല്ലെ, ഗെയിൻ ചെയ്യുന്നതാണോ എളുപ്പം? 5 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനാണോ അല്ലെങ്കിൽ 3 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനാണോ ഇവിടെ എളുപ്പം? യെസ്, 3നെ ഡൊണേറ്റ് ചെയ്യാനാണ് എളുപ്പം അല്ലെ. ഡൊണേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്ലസ് ആണ് അല്ലെ. എത്ര ഇലക്ട്രോണുകളെയാ വിട്ടുകൊടുക്കുന്നത്? 3 അല്ലെ. നോക്ക്, 3ല് 3s 3pയിലും 2 + 1 3 അല്ലെ. അങ്ങനെ ഇവിടെ എന്ത് വരും? +3 വരും. അലൂമിനിയത്തിന്റെ +3 കിട്ടി. ഇനി ഓക്സിജന്റെ ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഓക്സിജൻ നിങ്ങൾ നോക്ക്, ഇത് K ആണ്, ഇത് L ആണ്. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 4 + 2 എത്രയാ? 6. അങ്ങനെയാണെങ്കിൽ 6 ഇലക്ട്രോണിനെ കൊടുക്കുന്നതാണോ ബുദ്ധി അല്ലെങ്കിൽ 2 ഇലക്ട്രോണിനെ വാങ്ങുന്നതാണോ ബുദ്ധി? യെസ്, വാങ്ങുന്നതാണ് അല്ലെ. ഗെയിൻ ചെയ്യാണ് ബുദ്ധി. അപ്പൊ എന്ത് വരും? -2 വരും. ക്ലിയർ? അപ്പൊ ഓക്സിജന്റെ -2 എന്നുള്ളത് പഠിച്ചു വെക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ -2 വന്നു. ഇനി അടുത്ത നിങ്ങൾ നോക്കേണ്ടത് Al2O3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, Al2O3 നമ്മൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടുന്നുണ്ടോ നോക്കാം അല്ലെ. അപ്പൊ എന്താ? 3 - 2 അല്ലെ. നേരത്തെ HF ചെയ്ത പോലെ ഇതും ചെയ്ത് 3 - 2 1 കിട്ടിയത്, 0 ആണല്ലോ കിട്ടണ്ടേ അല്ലെ. എന്താ? യെസ്, അതാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്. നിങ്ങൾക്കല്ല, എനക്ക് അല്ലെ. ഞാൻ തെറ്റ് പറ്റിയതല്ല, ഞങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. ഇവിടെ എത്ര അലൂമിനിയം ഉണ്ട് നോക്ക്? 2 അലൂമിനിയം ഉണ്ട്. അപ്പൊ 2 അലൂമിനിയം ഉണ്ടെങ്കിൽ 3 × 2, 3 × 2 എത്ര വന്ന്? 6 വന്ന്. അതേപോലെ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെയോ? ×3 അല്ലെ. -2 × 3, -2 × 3 എത്രയാ? -6 ആണ്. ഇനി നിങ്ങൾ ഇത് കൂട്ടി നോക്ക്. 2 അലൂമിനിയത്തിന്റെ 6 അല്ലെ, +6, 3 ഓക്സിജന്റെ -6. അപ്പൊ 6 - 6 എത്രയായി? 0 കിട്ടി. ക്ലിയർ ആണല്ലോ അല്ലെ. അങ്ങനെ എന്താ? അലൂമിനിയത്തിന്റെയും ഓക്സിജന്റെയും കിട്ടി. ക്ലിയർ? ഇനി അടുത്തതാണ് SO2 അല്ലെ. അല്ലെ, SO2. ഓക്കെ. ഓക്സിജന്റെ ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനെ എന്താ, നമുക്കിപ്പോ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ഒക്കെ അറിയാം അല്ലെ. എന്ന് വെച്ചിട്ട് ഇനിയിപ്പോ പിന്നെയും ഈ എസിന്റെ ഇങ്ങനെ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ ഓക്സിജന്റെ അല്ലെ, ഓക്സിഡേഷന്റെ എത്രയായിരുന്നു? -2 ആണ്. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് ×2 എത്ര കിട്ടി? -2 × 2 എത്രയാ? -4 അല്ലെ. അപ്പോ -4 ആണ് ഓക്സിജന്റെ. അങ്ങനെയാണെങ്കിൽ ഓക്സിജന്റെ എത്രയാണ്? ഓക്സിജന്റെ ഇവിടെ -4 ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എസിന്റെ എത്ര കിട്ടണമായിരിക്കും? 0 ആവണം അല്ലെ. എസും 2 ഓക്സിജനും കൂട്ടിക്കഴിഞ്ഞാൽ 0 ആവണം. അങ്ങനെയാണ് എസ് എത്ര കിട്ടണം? എസ് +4 കിട്ടണ്ടേടോ. എന്നാലല്ലേ +4 -4 0 ആവുള്ളൂ അല്ലെ. അങ്ങനെയെങ്കിൽ എസിന് എത്ര കിട്ടണം? എസിന് കിട്ടേണ്ടത് +4 ആണ്. +4 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പിങ്ക് ബോക്സിൽ എന്താ കൊടുത്തിട്ടുള്ളത് നോക്കാം. യെസ്, P block elements exhibit both positive and negative oxidation state അല്ലെ. നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? അലൂമിനിയത്തിന്റെ പ്ലസും ഓക്സിജന്റെ മൈനസും രണ്ടും എന്തെന്നാ? പി ബ്ലോക്ക് എലമെന്റ് ആണ് അല്ലെ. ഇവിടെ ഫ്ലൂറിന്റെ മൈനസ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത്, സൾഫറിന്റെ +4 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പി ബ്ലോക്ക് എലമെന്റിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസും വരുന്നുണ്ട്, അതേപോലെ തന്നെ മൈനസും വരുന്നുണ്ട്. പക്ഷെ എസ് ബ്ലോക്കിലാണെങ്കിലോ, എസ് ബ്ലോക്കിൽ ആകെ പ്ലസ് മാത്രമാണ് വന്നിട്ടുള്ളത്. ആ പ്ലസ്സിൽ തന്നെ ആകെ +1 ഉം +2 ആണ് പോസിബിൾ ഉള്ളത്. പക്ഷെങ്കിൽ നമ്മളുടെ പി ബ്ലോക്കിലാകെ +1 അല്ലെ -1 അത് മാത്രമാണോ പോസിബിൾ? അല്ല, പ്ലസിലും മൈനസിലും നമുക്ക് 4 ഒക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസിലും വരുന്നുണ്ട്, പോസിറ്റീവിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവിലും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എസ് ബ്ലോക്ക് പഠിച്ച നേരം നമ്മൾ സീഷ്യത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. സീഷ്യം എന്താ? സോളിഡ് അല്ല, അതെന്താ? ഒരു ലിക്വിഡ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ ഒരു കേസ് ഉണ്ട്. എന്താണ്? ഗാലിയം ഇസ് an element having a very low melting point. On warm days it exists in the liquid state എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗാലിയം എന്ന് പറയുന്ന എലമെന്റിന് എന്താ? മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്, പെട്ടെന്ന് ഉരുകും. അതുകൊണ്ട് തന്നെ ഗാലിയം കാണുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പൊ സീഷ്യവും ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്, ഗാലിയവും ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. സോ എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ് ആർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ എസ് ബ്ലോക്കും പി ബ്ലോക്കും ആണ് നമ്മളുടെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. അപ്പോ is the ionization enthalpy lower for S block elements or P block elements? Explain അല്ലെ. എന്താ അയണൈസേഷൻ എൻതാൽപ്പി പഠിച്ചത് ഓർമ്മയില്ലേ? താഴോട്ടേക്ക്, ഗ്രൂപ്പിന് താഴോട്ടേക്ക് ആണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി
കുറയും. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. അങ്ങനെയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി ലോവർ ഫോർ എസ് ബ്ലോക്ക് ഓർ പി ബ്ലോക്ക് എലമെന്റ്. ഇവിടെയുള്ള ആൾക്ക് ഏറ്റവും കുറവ്, ഇവിടെയുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ അല്ലെ. ഇവിടെയാണ് നമ്മളുടെ എസ് ബ്ലോക്ക് ഉള്ളത്. അപ്പൊ എസ് ബ്ലോക്കിന് എന്താണ്? ലോവർ ആണ്. എക്സ്പ്ലെയിൻ ചോദിക്കുന്നുണ്ട്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് ബ്ലോക്കിലാണെങ്കിൽ താഴോട്ടേക്ക് വരുംതോറും ഇങ്ങനെ ഷെല്ലിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഷെല്ലിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുവാണെങ്കിൽ ഈ ന്യൂക്ലിയസിന് ആ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിലേക്കുള്ള ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും അല്ലെ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇതൊക്കെ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ് ഒക്കെ പഠിക്കുമ്പോൾ, അയണൈസേഷൻ എന്താൽപ്പി പഠിക്കുമ്പോൾ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇത്രയാണ് എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതും ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.